ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മുൻഷി രഞ്ജിത്താണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലരുമായിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇൻ്റർവ്യൂ തന്നെ കുറേ പേരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അവരുടെയൊക്കെ ചോദ്യങ്ങളുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും കാരണം. ഇറങ്ങിയ ഉടനെ അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പാളിപ്പോയത്, ഇവിടെയാണ് രഞ്ജിത്തിന് പാളിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് പാളിപ്പോയിട്ടില്ല. കാരണം ഞാൻ എന്താണ് എൻ്റെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ പോയത്. മീൻസ് എങ്ങനെ നിൽക്കണം സംസാരിച്ചാണ് അവർ പറയണത് എന്നെ ഭയങ്കര ഉപദേശമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെ ഞാൻ അവരെ ഉപദേശിച്ചു. എൻ്റെ പൊതുവായിട്ടുള്ള ശീലം അത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ എൻ്റെ അറിവിൻ്റെ വെച്ചിട്ട് അയാൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കൽ എൻ്റെ ഒരു ശീലമാണ്. നമ്മൾ നല്ല രീതിയിൽ പറയുന്ന സമയത്ത് അവർ വേറെ രീതിയിലായിരിക്കും. അല്ല, അത് അവർ അപ് ടു ദം. അവർ കാഴ്ചപ്പാട് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട. ഡബിങ്ങിൽ പ്രേക്ഷകർക്ക് എന്താ പറയുക തിരിച്ചറിയുന്ന ഏതെങ്കിലും ക്യാരക്ടർ? പ്രേക്ഷകർ വളരെ, ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് മൊഴിമാറ്റ ചിത്രങ്ങളാണ്. ഡയറക്റ്റ് മൂവീസ് വളരെ കുറവാണ്. മൊഴിമാറ്റ ചിത്രങ്ങളിൽ ഇപ്പോഴത്തെ രാജ്ബി ഷെട്ടി 777 ചാർലി എന്നൊരു പറഞ്ഞൊരു പടം. 777 ചാർലിയിൽ രാജ്ബി ഷെട്ടിക്ക് ഞാനാണ് ഡബ് ചെയ്തത്. വളരെ ആപ്റ്റായിരുന്നു അതിൻ്റെ ഡബിങ്. ആ പടം നന്നായിട്ട് ഇവിടെ ഒരു 50 ദിവസത്തോളം ഓടുകയും ചെയ്ത പടം. ഞാൻ 1000 എപ്പിസോഡ്, അതായത് 3 വർഷത്തോളം നല്ല രീതിയിൽ ഹിറ്റായി പ്രേക്ഷകർക്ക് തിരിച്ചറിയുന്ന ലെവലിലേക്ക് വന്നു. അതിന് ശേഷം ആണെങ്കിലും പിന്നെ അല്ല, അത്യാവശ്യം ഹിറ്റൊന്നല്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ്. മലയാള ടെലിവിഷൻ ചരിത്രം എടുത്ത് വയ്ക്കുമ്പോൾ മുൻഷി മാറ്റിയിട്ട് ഒരു ചരിത്രം എഴുതാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 10-100 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഉണ്ട്. ഇതെന്താണ്? ആദ്യം സമയത്ത് അവർ വിചാരിച്ച് വേറെ വരാൻ പോകുന്ന ഏതോ പ്രോഗ്രാമിന്റെ പ്രൊമോയാണ്. കാരണം 3 മിനിറ്റ് ഒരു 100 ശേഷം ഒരു 200 ആയപ്പോഴത്തേക്ക് ഭയങ്കര പീക്കാണ്. ഞങ്ങൾ മുൻഷിയിലുള്ളവരാണ്, അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോകുന്ന തരത്തിലേക്ക് പോകുന്നത്. 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയി നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നാണ് അവിടുത്തെ ഒരു. അതിൽ ഒരെണ്ണം പോലും ഇടാൻ പറ്റാതെ കൊണ്ടുപോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വരുന്ന വീട്ടിൽ വന്നിട്ട് 2 തരണേന്ന് പറഞ്ഞിട്ട് പുറകിന് വരരുത്. അപ്പോൾ ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് എനിക്ക് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന്, കാരണം എല്ലാ പരിപാടിയും ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞു ഹഗ് അടിച്ച് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കി അങ്ങനെയൊക്കെയാണല്ലോ നാടക ഡ്രാമയൊക്കെ ആയിട്ട്. ഡ്രാമയാണോ റിയലാണോ എനിക്ക് അറിയില്ല. അപ്പോൾ ചേട്ടൻ മാത്രം അങ്ങനെ കൂളായിട്ട് പോകുന്ന പെട്ടിയെടുത്ത് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ്, എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് വരണം എന്നുള്ള സംഭവം. അതെന്ത് പറ്റി ആ സമയത്ത്? ഇമോഷണൽ കൂടിയത് കൊണ്ടാണോ? ഞാൻ അവിടെ അഭിനയിക്കാനല്ല അവിടെ പോയത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഹായ്, സുഖമായിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ കയറിയ ശേഷം ഒരാഴ്ച അല്ലേ, സോ ആഫ്റ്റർ ബിഗ് ബോസ് ഇല്ലെങ്കിൽ ബിഫോർ ബിഗ് ബോസ് അങ്ങനെ ചേഞ്ച് ഉണ്ടാവില്ല അതല്ലേ? ചിലപ്പോൾ എന്നാലും ചെറിയൊരു ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ഇൻ്റർവ്യൂസ് കിട്ടിയെന്നുള്ള വേറെ ഒരു ചേഞ്ചും ഇല്ല. വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ചേട്ടൻ ബിഗ് ബോസിൽ പോയി 1 വീക്കിൽ എവിറ്റ് ആവുമെന്ന് മുൻകൂട്ടി നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു ഒരു ഹാൻഡിൽ ചെയ്തേ? അല്ല, നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണമല്ലോ, അല്ലെ പിന്നെ അവിടെ സ്റ്റക്കായി. പിന്നെ അത് എപ്പോഴും നമ്മൾ ലൈഫിൽ അങ്ങനെയാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാത്രമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്, പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടം സംഭവിച്ച ഒരു ലൈഫാണ് എൻ്റെ മുന്നിലുള്ളതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം എന്തായിരിക്കും ഔട്ടായതെന്ന് എപ്പോഴെങ്കിലും സ്വയം ആലോചിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? അതെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലരുമായിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇൻ്റർവ്യൂ തന്നെ കുറേ പേരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അവരുടെയൊക്കെ ചോദ്യങ്ങളുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും കാരണം. ഇറങ്ങിയ ഉടനെ അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പാളിപ്പോയത്, ഇവിടെയാണ് രഞ്ജിത്തിന് പാളിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് പാളിപ്പോയിട്ടില്ല. കാരണം ഞാൻ എന്താണ് എൻ്റെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ പോയത്. മീൻസ് എങ്ങനെ നിൽക്കണം, അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ കാണുന്നവരോട് വഴക്കിട്ട് ചീത്ത വിളിച്ച് നിൽക്കുക എന്നുള്ളതിനപ്പുറം അതിനൊരു സ്പേസ്. ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ, എല്ലാ ഇമോഷൻസും കൂടെ ചേർന്നാണ് ബിഗ് ബോസ്. വഴക്കിടുന്ന സംഘർഷം മാത്രമല്ല, അവിടെ ഇമോഷൻസും എല്ലാം വരും. ബാക്കി കാര്യങ്ങൾ, തമാശ വരാം, സെൻറ്റിമെൻറ്റ്സ് വരാം, മറ്റു പല ഘടകങ്ങളും ചേരുന്നതാണല്ലോ ബിഗ് ബോസ്. അപ്പോൾ
വഴക്കിടാനായിട്ടും പർപ്പസ്ഫുള്ളി ബഹളം വെക്കാനായിട്ടും കുറച്ച് ടീം ഉണ്ടാവും. എന്നാൽ വഴക്കിടുന്നതിൽ ഞാൻ എതിരൊന്നുമല്ല, വഴക്കിടരുത്, അവര് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നടന്ന എല്ലാ വഴക്കും ബഹളത്തിലും ഒക്കെ ഞാനും ഇടപെട്ടിട്ടുണ്ട്, ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്, മധ്യസ്ഥനായിട്ടുണ്ട്, ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഏരിയ പ്രധാനമായിട്ടും കാണുമ്പോൾ ഉടനെ വഴക്കിടുക എന്നുള്ളതല്ലായിരുന്നു നമ്മുടെ ഒരു. അപ്പൊ ശരിക്കും നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് വേണ്ടിയിരുന്നത്. ഇനിയിപ്പോ പുതിയതായിട്ട് പോകുന്നവരെല്ലാം ഇപ്പൊ അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ആദ്യം ചെല്ലുന്ന കാലെടുത്ത് വെക്കും പോലെ ആരടാ ഇവിടെ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് ചീത്ത വിളിച്ചു തുടങ്ങുക. അങ്ങനെ വന്നാൽ നമ്മളിൽ അറ്റൻഷൻ വരും, നമ്മൾ അവിടെ സ്റ്റാർ ആവും, താരമാവും. അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണ് ബിഗ് ബോസ്. ശരിക്കും ഒരു 15-20 പേര് പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ വഴക്ക് മാത്രമല്ല സംഭവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അത് അവരുടെ ബിഗ് ബോസിൽ ഇന്റർവ്യൂ ചെയ്യപ്പെടുമ്പോഴും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ വഴക്കിടാൻ മാത്രം വളരെ അഗ്രസീവായിട്ടുള്ള 20 പേരെയാണ് കൊണ്ടിട്ടതെങ്കിൽ അത് മാത്രമല്ല അവിടെ നടക്കുള്ളൂ. പല ടൈപ്പ് ആളുകളെ ആയിരിക്കും അവിടെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർ ആരാണ് ആദ്യം പുറത്തു പോകേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അവസാനം വരെ നിൽക്കേണ്ടത് എന്നുള്ളത് പ്രേക്ഷകരും കൂടെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ പല ഘടകങ്ങൾ അതിനകത്ത് വരും. ചിലപ്പോൾ ഒരു ബാഡ് ലക്ക് ഉണ്ടാവും, ചിലപ്പോൾ. പക്ഷെ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും ഞാനത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടോ എന്തെങ്കിലും അധികപ്പറ്റ് ചെയ്തത് കൊണ്ടോ ആണ് ഔട്ടായതെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എൻ്റെ തന്ത്രങ്ങൾ ചിലപ്പോൾ അവിടെ യോജിക്കാത്തതാവാം, അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അവിടെ അതായിരിക്കില്ല വേണ്ടത്. കാരണം ഒരു ബിഗ് ബോസിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അവർ ഓരോ സ്ട്രാറ്റജി, ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി തന്നെ ഓരോ പ്രാവശ്യം വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ സീസണിൽ ചെയ്തതിൻ്റെ അതേപോലെ പകർത്താം ഈ സീസണിൽ എന്ന് വിചാരിച്ചിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ അല്ലെങ്കിൽ എല്ലാ വികാരം അങ്ങനെ ആവണമെന്നൊന്നുമില്ലല്ലോ. നല്ല വ്യക്തിത്വമുള്ളവർക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാന്നൊക്കെ മനസ്സിലാവുന്ന ഓരോ അതങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. കാരണം നല്ല വ്യക്തിത്വത്തിനോട് ശരിക്കും നമ്മളതാണ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ബാക്കിയുള്ളവരുടെ വ്യക്തിത്വത്തിനേക്കാൾ മുകളിലാണ് എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം എന്ന് സ്ഥാപിച്ചെടുക്കലാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായിരിക്കണം എന്നാണ് ഇപ്പോഴും ഞാൻ ധരിക്കുന്നത്. പക്ഷെ അവിടത്തേക്ക് എൻ്റെ വ്യക്തിത്വം കൊണ്ട് എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാനല്ലാതെ തന്നെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഇപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും എന്നാൽ പിന്നെ ഇയാൾ ഇതൊക്കെ പഠിച്ചത് ഇവിടെ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്, നേരത്തെ പഠിച്ചിട്ട് പോകേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതൊക്കെയാണ് ചിലപ്പോൾ വേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നല്ല വ്യക്തിത്വം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നല്ല വ്യക്തി ആകുന്നതോടൊപ്പം തന്നെ വേറെ ചില ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായും നല്ല വ്യക്തി ആയാലും ശരിയാവത്തില്ല. നമ്മുടെ ഇപ്പോൾ വിറ്റപ്പോഴാണ് RJ ബിൻസി ആള്. അപ്പോൾ ആള് പറഞ്ഞ ഒരു ഇമോഷണൽ പുറത്ത് പറഞ്ഞിട്ടായിരിക്കും ബിഗ് ബോസ് ചതിച്ചാണ് എന്നൊക്കെ. സോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ ഞാൻ അവിടെ എനിക്ക് ആരോടും പരാതികളില്ലെന്ന് പറയാം. എനിക്ക് ബിഗ് ബോസ് എന്നെ ചതിച്ചെന്നോ അല്ലെ ഏഷ്യാനെറ്റ് എന്നെ വഞ്ചിച്ചെന്നോ അങ്ങനെയുള്ളൊരു പരാതിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ പറയുകയില്ല ഒരിക്കലും. കാരണം അൾട്ടിമേറ്റ് ഷോ ആണ് അവർക്ക് പ്രധാനം. ഷോ നന്നാവുക അല്ലെങ്കിൽ ഷോ ചർച്ച ചെയ്യപ്പെടുക. നന്നാകുക എന്നുള്ളതല്ല, ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അത് ഷോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ് ആണ് അവരെടുക്കുന്നതെല്ലാം, അവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ രഞ്ജിത്തെന്നോ ബിൻസിയെന്നോ ശങ്കരനെന്നോ ഗോപാലനൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് എന്നെ ചതിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ 1 വീക്കിൽ ഇപ്പോൾ ഔട്ടായില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചാൻസ് കൂടി തരികയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും മേ ബി കൊണ്ടുവരാം? അല്ല, ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള പ്ലാനല്ല. ഞാൻ പറയുന്നത് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വെറും ഒരു മൈൻഡ് ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് വെറും മൗത്ത് ഗെയിമിലായിരുന്നു. അവിടെ മൊത്തം ബഹളം വയ്ക്കുക, അണ്ണാക്ക് വയ്ക്കുക എന്നുള്ള തരത്തിൽ. ശരിക്കും അവിടെ എൻ്റെ കോൺട്രിബ്യൂഷൻസ് മേ ബി കുറവായിരിക്കാം. എൻ്റെ ഇരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഒരു മൈൻഡ് ഗെയിമിലേക്ക് വരുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഒരു ഡിബേറ്റ് വരുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ, എൻ്റെ അറിവ്. അവിടെ ഫിസിക്കലി ചിലപ്പോൾ ആര്യനെ പോലുള്ളവരോ ഷാനവാസിനെ പോലുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ ബാക്കിലാകപ്പെടാം. പക്ഷെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട കേസ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അവരുടെ മേളിലായിരിക്കാം. എൻ്റെ ഏരിയകൾ, എൻ്റെ സ്കില്ല് കാണിക്കാനുള്ള അവസരം, ഞാൻ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വരേണ്ടുന്ന ഒരു അവസരം ഫസ്റ്റ് വീക്കിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സെക്കൻഡ് വീക്ക് മുതലാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി പറയല്, പിന്നെ ഓരോരുത്തർക്കും സിംഗിളായിട്ടൊരു പെർഫോമൻസിനുള്ള ഒരു അവസരം. അവിടെയൊക്കെയാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ എന്താണെന്ന് പറയാനോ ആരാണെന്ന് അറിയിക്കാനോ പറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടി മടക്കിയെടുത്ത് വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മളൊരു ബിഗ് ബോസിൽ തന്നെ ഒരു പരിപാടി ഒരു ഷോർട്സ് കണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആയിരിക്കില്ല അവരെടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചിലർ കമൻസ് പറയുന്നുണ്ട് ചേട്ടൻ കളി കളിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു സംസാരിച്ച സമയത്ത് അവർ പറയണത് എന്നെ ഭയങ്കര ഉപദേശമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെ ഞാൻ അവരെ ഉപദേശിച്ചു. എൻ്റെ പൊതുവായിട്ടുള്ള ശീലം അത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ എൻ്റെ അറിവിൻ്റെ വെച്ചിട്ട് അയാൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കൽ എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പറയുന്ന സമയത്ത് അവർ വേറെ രീതിയിലായിരിക്കും. അല്ല, അത് അവര് അപ് ടു ദം. അവര് കാഴ്ചപ്പാട്. പിന്നെ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട. ഞാൻ പിന്നെ രണ്ടാമത് എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് പിന്നെ പോയിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ചില കാഴ്ചപ്പാടുകളോ നമ്മുടെ ജീവിതാനുഭവമോ നമ്മൾ പങ്കുവയ്ക്കും. അതെ. അവരെടുത്ത് നിങ്ങൾ പോയി നാളെ മുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ നാളെ സ്വർണ്ണക്കടത്തിന് പോയാൽ കാശ് കിട്ടും എന്നൊക്കെ ഉപദേശിക്കുന്ന ശീലം എനിക്കില്ല. നമ്മൾ മനസ്സിലാക്കിയ ധാർമ്മികതയിൽ ഒന്നും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് പറയേണ്ടടുത്തേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വിളിച്ചിട്ട് ബാ ഒരു 5 മിനിറ്റ് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ച് ഉപദേശിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ശീലം അതാണ്. ഞാൻ പലരെയും എന്നോടൊപ്പം ചേർന്നിട്ടുള്ള ഒരുപാട് പേർക്ക് അതേ എനിക്ക് പറയാനുള്ളൂ, അതേ അവർ പറയുള്ളൂ. രഞ്ജിത്ത് ആരും തെറ്റായ വഴിയിലേക്ക് നയിച്ചു എന്നാരും പറയില്ല. അപ്പൊ അതെന്റെ ശീലമാണ്. അപ്പൊ അവരെന്താ അതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞോ? നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയല്ല അവരെടുക്കുന്നത്. നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, നമുക്ക് ഫീൽ ഉണ്ടാവുമല്ലോ. എന്ത് വേണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. അതെങ്ങനെ എടുക്കണം എന്ന് അവർ തീരുമാനിക്കാം. പിന്നെ നമ്മളിപ്പോ ഒരു കാലിന് നീളം കുറഞ്ഞ ഒരാളിനെ കണ്ടാൽ അയാൾക്ക് ഒരു കാലിന് നീളം കുറവാണെന്നും പറയാം, ഒരു കാലിന് നീളം കൂടുതലാണെന്നും പറയാം. രണ്ടും ശരിയാണ്. ശരികൾക്കും സത്യങ്ങൾക്കും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. അത് അവർ വേണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കട്ടെ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ ബിഗ് ബോസ് കുറെ മുമ്പേ ആഗ്രഹിച്ച സംഭവം തന്നെയാണോ, അതോ പെട്ടെന്ന് ഇങ്ങനെ? അല്ല, ഇത് കുറെ മുമ്പ് ആഗ്രഹിച്ചതുമാണ്. കുറെ മുമ്പ് തെരഞ്ഞെടുപ്പ് ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ ഇതിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ പോയ സീസണിലൊക്കെ വേറെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട്? അല്ലല്ല, അവസാന നിമിഷം നമ്മൾ ഒഴിവാക്കപ്പെടുന്നതുകൊണ്ട് പ്രോസസിംഗ് ഉണ്ടല്ലോ അല്ലേ? അതെ, നീണ്ട ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഇതിൽ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ കാര്യം തമാശയായിട്ട് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിച്ചപ്പോൾ ഇത്രയും പ്രോസസ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും ബിൽഡപ്പ് വേണം? അത്രയൊന്നും ആവശ്യമില്ല. വഴി കാണുന്ന ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു 10 പേരെ പിടിച്ചിട്ട് നമുക്ക് ഒരു 100 ദിവസം ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസ് ഉണ്ടാവും. കാരണം നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഓരോരുത്തർ നമ്മൾ ഈ ഇരിക്കുന്ന 6 പേര് നോക്കിയാൽ പോലും 6 പേര് 6 സ്വഭാവമല്ലേ? അതെ അതെ. നമ്മളിവിടെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ഫോണും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഇവിടെയും സൃഷ്ടിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണേ, അപ്പോൾ അതിൽ പോണ സമയത്ത് ഇയാളൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ അവിടെ എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ അവിടെ ചെന്ന വീട്. അത് ഞാൻ പറയുന്ന ഒരാളിനെ മോശമായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് അതിനുള്ള ഉത്തരവില്ല. പ്രേക്ഷകർ ആവശ്യം ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ചിലരെന്തിനാണ് ശരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചത്, രഞ്ജിത്ത് അവിടെ ചെല്ലുന്നു, രഞ്ജിത്ത് എന്താണ് അവിടെ ഫെയിം ആണോ ഉദ്ദേശിക്കുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടാണോ ഉദ്ദേശിക്കുന്നത്, എന്താണ്? ഞാൻ പറഞ്ഞ അവിടെ ഒരു ക്വാളിറ്റി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഫെയിമിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെ നിട്ടുന്ന ഫണ്ടിന്റെ കാര്യമോ അതൊക്കെ രണ്ടാമതാണ്. അവിടെ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടന്റ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനകത്തേക്ക് കയറുന്നത്. അപ്പൊ രഞ്ജിത്തിന്റെ അടുത്തുനിന്ന് ചീത്തവിളി ഉണ്ടാവത്തില്ല എന്ന് അവർക്കും അറിയാം. ബിഗ് ബോസ് തെരഞ്ഞെടുക്കുമ്പോൾ ബിഗ് ബോസിനും അറിയാം. അനീഷിനെ കാണുമ്പോൾ നീ എന്താ പറ്റി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളെ മതിയായിരുന്നെങ്കിൽ എന്നെ മാറ്റിയിട്ട് വേറൊരാളെ കയറ്റി വിട്ടാൽ പോരെ. അപ്പോൾ ഇവിടെയാണ് ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണ് എന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത് അല്ലേ? ബിഗ് ബോസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് എണ്ണീറ്റിട്ട് ഓക്കെ ചേട്ടൻ അപ്പോൾ വഴക്കുണ്ടാക്കണം കേട്ടോ, അങ്ങനെ ആ സംഭവമല്ല, എങ്ങനെ കൊണ്ടുപോകണം പ്രേക്ഷകർ. ഞാൻ തീർച്ചയായും ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഈ ബിഗ് ബോസ് ഒരു ഒഴുകുന്ന നദിയാണെങ്കിൽ ഇത് ഏത് വഴി ഒഴുകി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഒരു ടീം അതിന്റെ പിന്നിലുണ്ട്. മുൻകൂട്ടി ഫസ്റ്റ് പ്രൈസ് അങ്ങനെ ഇല്ലല്ലോ. മുൻകൂട്ടി ഫസ്റ്റ് പ്രൈസ് ഒന്നും അങ്ങനെ ഒന്നും കൊടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ഏത് റൂട്ടിലൂടെയൊക്കെ പോകണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അത്രയ്ക്ക് ബുദ്ധിയുള്ളവരാണ് അതിന്റെ പിന്നിലിരിക്കുന്നത്. നമ്മളെ ഏത് രീതിയിലും പ്രേക്ഷക മുമ്പിൽ എത്തിക്കാൻ പറ്റും. നമ്മളെ പ്രസന്റ് ചെയ്യാനും അവർക്ക് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും കൂടെ ഒരിടത്തിരിക്കുകയില്ല. അതെ, ഇവിടെ 2 പേരിരിക്കുന്നു, അവിടെ 5 പേരിരിക്കുന്നു, വേറൊരിടത്തും 2 പേരിരിക്കുന്നു, വേറൊരിടത്തും ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇതെല്ലാം അറ്റ് എ ടൈമിൽ സംഭവിക്കുന്നു. ഇതിലേതാണ് ക്യാമറയിൽ വരേണ്ടത്, ഇതിലാരാണ് നല്ലത് കൊടുക്കേണ്ടത്, അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടുന്ന കൊടുക്കുന്ന ആരാണ്, ആ സമയം അതല്ലേ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഭയങ്കര ഒരു വടിയും വഴക്കും നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കഥകളി നടത്തിയാൽ കഥകളി അവിടെ കാണിക്കത്തില്ല, കഥകളി കാണാനാണ് താല്പര്യമില്ല. ഇവിടെ ഇതാണ്. ചില കണ്ടന്റുകളും മിസ്സായി പോവാം. 24 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമല്ലേ സംപ്രേഷണം ചെയ്യുന്നുള്ളൂ. അതെ, ടെലികാസ്റ്റ് ചെയ്യുന്ന പിന്നെ ലൈവ് ഉണ്ടെങ്കിൽ പോലും ലൈവിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
വേറെ ലെവലാണെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉള്ളിൽ പോയ? ഒന്നുമില്ല. കാണുന്ന പ്രേക്ഷകർക്ക് എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനകത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും, അതിനകത്ത് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ 1 മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫോൺ നോക്കാത്ത ഒരു ദിവസമില്ല. ഞാൻ ഉണ്ടായിരുന്ന 7 ദിവസം എനിക്ക് എൻ്റെ ഫോണില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചതേ ഇല്ല. കാരണം എൻ്റെ ഫോണില്ല ഇനി ഉള്ള ദിവസങ്ങളിലെന്ന് ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് ഫോണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എൻ്റെ വേറെ എന്തെങ്കിലും അടുത്ത് നിൽക്കുന്ന എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചിലരെ കാണണമെന്നോ കേൾക്കണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരു പർപ്പസിനായിട്ട് വന്നിരിക്കുന്നു, അത് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ വേറൊരു ലോകമാണെന്ന് തോന്നാൻ, പിന്നെ എനിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 5-6 പേരെങ്കിലും ഞാനുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുമായിട്ട് ക്ലോസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരുന്നു. പിന്നെ മറ്റുള്ളവർ പലരും ഞാനുമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയേക്കാം. ഞാൻ പിന്നെ ഇടയ്ക്ക് പറയും ബിഗ് ബോസ് അല്ല, കുറച്ചാൾ കഴിയുമ്പോൾ അതൊരു ബിഗ് ബോക്സ് ആവും, ഒരു ബോക്സ് ആവും അത്. പക്ഷെ ഞാൻ നിന്ന ഒരാഴ്ചയിലുള്ള അങ്ങനെ ഒരു ബോംബ് പോലെ, ഒരു പൊള്ളുന്ന ഒരു പ്രഷർ കുക്കർ പോലെ ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്കും അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എവിടെയെങ്കിലും പോണ സമയത്തൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു അപ്പിയറൻസും നമ്മുടെ ലുക്കും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കംഫർട്ട് ആയിരിക്കില്ല അല്ലേ? അപ്പോൾ ഈ ബിഗ് ബോസ് 7-ൽ 8-ന്റെ പണി 7-ന്റെ പണി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉപയോഗിക്കുന്ന സാധനമെല്ലാം വാങ്ങി വെച്ചു. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ ഈ താടി കാര്യങ്ങളൊന്നും പഠിക്കാതെ ഭയങ്കര അതും ഈ ഔട്ടാവും നമ്മൾ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും എന്നെ അങ്ങനെ തളർത്തിട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത പിള്ളേരെ വളരെ പാടുപെട്ട് അവിടെ നിന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്ന ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ മനസ്സൊരു മാതിരി നമുക്കത് ഒന്ന് ഷേവ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഷേവ് ചെയ്യാത്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് ഡൗൺ ആയി പോകുമെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോകരുത്. അപ്പൊ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മാത്രമല്ല ഇട്ടിരുന്ന ഡ്രസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടുന്ന തരത്തിലുള്ള ഡ്രസ്സല്ല ഞാൻ ഇട്ടിരുന്നത്. ഞാൻ എപ്പോഴും ഷോർട്സ് ആണ് വീട്ടിലിരിക്കുമ്പോൾ ധരിക്കാറ്, സ്ലീവ്ലെസ് ബനിയൻ അങ്ങനെയുള്ള. അപ്പൊ അത്തരത്തിലുള്ള നല്ല ഡ്രസ്സുകൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് പുറത്തിറങ്ങുന്നതും മുഷിഞ്ഞ ഒരു ഡ്രസ്സ്, അതായത് ഇന്നലെ ഇട്ട ഒരു ഡ്രസ്സ് എടുത്തിടുമ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നേരിയ സാധനമാണ്. നമ്മൾ അവിടെ ചെന്നത് എന്തിനാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ളൂ. ഇപ്പോൾ എപ്പോഴെങ്കിലും അവസാനിക്കുന്ന സമയത്ത് വിളിക്കുന്ന പ്രതീക്ഷയുണ്ടോ? വൈൽഡ് കൺട്രി അല്ല എന്നാലും ഒരു പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കും. ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ഒരു ഗെയിം സ്ട്രാറ്റജി വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടിയിട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ ഗെയിം സ്ട്രാറ്റജി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ അവിടെ ചെന്ന് എന്താണ് ഞാൻ ഒരു ഗെയിമായിട്ട് വന്നെന്ന് പറഞ്ഞാൽ, ഇപ്പം അനീഷ് കൃത്യമായ ഒരു പ്ലാനോട് കൂടി വന്നു. അവിടെ ആരും എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും അവരോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് പുള്ളി വന്നു നിന്നെന്ന് പറയാം. ബാക്കി ആർക്കാണ് അവിടെ വേറൊരു പ്ലാൻ ഉള്ളത്? എല്ലാവരും ഗോ വിത്ത് ഫ്ലോ. അവിടെ വരുന്ന സംഭവങ്ങളോട് മാറി നിൽക്കാതിരിക്കുക, എല്ലാത്തിലും കയറി ഇടപെട്ട് ബഹളം വെച്ച് എണ്ണാക്ക് വെച്ച് തൻ്റെ അധീശത്വം സ്ഥാപിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം വേറെ സ്വന്തമായ ഒരു കണ്ടന്റ് കൊടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു വന്നവരോ അല്ല അങ്ങനെ നിന്നവരോ എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് മറ്റേ അയാളെ ചുറ്റിപ്പറ്റിയുള്ള ചില സാധനങ്ങളാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആവട്ടെ, ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഡിബേറ്റുകളാവട്ടെ, അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അവിടെയൊക്കെയാണ് നമ്മൾ കുറച്ച് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കൂടുതൽ ടാസ്കുകൾ. ഇപ്പോൾ കുറേ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും അതിലൊരു കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അതിലൊരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രഞ്ജിത്തേട്ടൻ വേറെ ലെവലിൽ ഇല്ലെങ്കിൽ വേറെ കാണാമായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് വേറെ അല്ലേ? ഓരോരുത്തരുടെ ജഡ്ജ്മെൻ്റാണ്, അവരുടെ കാഴ്ചപ്പാടാണ്. അത് തന്നെ ആയിരിക്കണമെന്നില്ല ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരുടെയും ഒരു കാഴ്ചപ്പാട്. പക്ഷേ അത് ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ ആഴ്ചകളിൽ സംഭവിച്ചത്, ഫസ്റ്റ് വീക്കിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു ബഹളത്തിൽ ചുറ്റിപ്പറ്റി മാത്രമാണ് അവിടെ സംഭവങ്ങളെല്ലാം പോയത്. സെക്കൻഡ് വീക്ക് മുതലാണ് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് സ്പേസ് കൊടുത്ത്, അതായത് ടാസ്കുകളും ഗെയിമുകളും ഒക്കെ കൊടുത്ത് മാറുന്നത്. അപ്പം അവിടെ ആയിരുന്നു നമുക്ക് നമ്മുടേതായി മാത്രം സ്പേസ് കിട്ടുക. ശരി. ആദ്യത്തെ ഒരു വീക്കില് ഒന്നുമില്ല, നമുക്ക് പേരും കൂടി നമുക്ക് ഔട്ടാകുന്ന നേരത്ത്, ഔട്ടാകുന്ന സമയത്തായാലും നോമിനേറ്റ് ചെയ്യുന്ന സമയത്തായാലും പേര് പോലും പലർക്കും 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഒരു 2 വീക്സ് മിനിമം എല്ലാവർക്കും കൊടുക്കണം. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് പുറത്തായത് കൊണ്ടുള്ള വിഷമം കൊണ്ട് ആവശ്യപ്പെടുന്നവരൊക്കെയാണ്. ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം 1 വീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിചയപ്പെട്ട് ആരെ എന്താ മനസ്സിലാക്കുന്നു. സെക്കൻഡ് വീക്കിലായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പുറത്തു വരിക. സെക്കൻഡ് വീക്ക് മുതൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മാറിയ വീക്ക് മുതൽ ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ, ലൈഫ് സ്റ്റോറി പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് ഉള്ള ഒരു കാര്യം എനിക്ക് അറിയിക്കാൻ പറ്റുമായിരുന്നു.
അതെ അതെ അതെ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് ഒരാളിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അയാളുമായിട്ട് കുറച്ച് സംസാരിക്കുമ്പോഴാണ്, അയാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ അയാളെ അറിയുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ അവിടെ സ്പേസ് ഉണ്ടോ? എനിക്കെന്നല്ല, അനീഷിന് പറയാൻ സ്പേസ് ഉണ്ടായിരുന്നു. അനീഷ് പറഞ്ഞതുപോലും ബഹളം വെച്ചതല്ലേ ഉള്ളൂ. അതെ അതെ അതെ. ബാക്കിയുള്ളവരെല്ലാവരും അവരെക്കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ ആഴ്ചയിലാണ്. അപ്പോൾ ഇയാൾ ഇന്നൊരാളാണ്, ഇയാൾ ഇങ്ങനൊരു വ്യക്തിത്വം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പെർഫോമൻസിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ പെർഫോമൻസ് കൊടുത്തു. അവിടെയും നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ കാണിക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് നമ്മളെ അറിയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനവിടെ പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയുള്ള സംശയം ശരിയാണ്. എന്തിനാണ് അവിടെ പോയിരുന്നതെന്ന് ചിന്തിച്ചെന്ന് തെറ്റില്ല. ആഫ്റ്റർ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ആക്ടിങ് കുറേ പാഷൻ അല്ലേ? അപ്പോൾ ഇതിന് ശേഷം എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ 1-2 സിനിമകൾ എന്നെ നേരത്തെ ഞാൻ അറിയാവുന്നവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളവരുമാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ടുള്ള അവരുടെ ഒരു സെന്റിമെന്റ്സും കൂടെ കൊണ്ടാണോ എന്നറിയില്ല, അടുത്ത പ്രോജക്റ്റിൽ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ തുടങ്ങുന്ന, അതിനെ കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് വന്നിട്ടില്ല. സെപ്റ്റംബറിൽ തുടങ്ങുന്ന 2 സിനിമകൾ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് വേഷം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനായില്ല. അപ്പോൾ അത് ഞാൻ ആവേശത്തോടെ കാണുന്നു. ഞാനിപ്പോൾ ബിൻസി ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു. ബിൻസി ഇപ്പോഴും വിഷമം മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാൽ എത്ര നാളും വിഷമിക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതൊരു ബാധ്യതയല്ല. ഞാൻ ഫസ്റ്റ് വീക്കിൽ പുറത്തിറങ്ങി, ഇനി അവർ 90, ഇനിയിപ്പോൾ അവർ 70 ദിവസത്തോട് മേളിൽ അവരവിടെ നിൽക്കും. ആ 70 ദിവസത്തിനുള്ളിൽ എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോരെ. ഞാനൊരു നല്ല 2 സിനിമ എനിക്ക് ചെയ്യാം. 70 ദിവസത്തിനുള്ളിൽ 2 സിനിമ ചെയ്യാൻ പറ്റിയാൽ അവർ ബിഗ് ബോസിൽ ഇരുന്ന് 70 ദിവസം അടിയിടുന്നതിനേക്കാളും സക്സസ് അല്ലേ ഞാൻ? ഞാൻ അങ്ങനെ ചിന്തിക്കൂ എന്ന് പറയാൻ എൻ്റെ കാര്യത്തിൽ. ബിൻസിക്ക് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കട്ടെ. അവരുടെ ഒരു ഏരിയയിൽ നേരത്തെ ചെയ്തതിനേക്കാളും ഒരു വാശിയോടെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു വാശി ജീവിതത്തിൽ കണ്ടെത്തിയാൽ പോരെ. അപ്പോൾ ആ വിഷമമൊക്കെ മാറുന്നേ. ലൈഫിൽ ഒരു നഷ്ടം വരുന്ന സമയത്ത് വേറെ എന്തിനോട് വേണ്ടിയിട്ടുള്ള ഒരു, നമ്മളെല്ലാം ബാധ്യതയായിട്ട് കാണരുത്. അത് പുറത്താക്കിയതിൻ്റെ ബാധ്യതയിൽ ഞാൻ കരഞ്ഞിരിക്കാതെ അതിനെ ഒരു സാധ്യതയായിട്ട് കാണുക. എന്ത് പോയാലും നമ്മൾ ശരിക്കും, ഞാൻ പറഞ്ഞത്, ചിലർ കരുത്ത് കാണിക്കുന്നത് ഈ 10 പേര് ചുറ്റും നിൽക്കുമ്പോൾ ഉള്ളൊരു കരുത്തുണ്ട് ചിലർക്ക്, ഇല്ലേ? എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട് വാടാ എന്നുള്ളൊരു തൻ്റെ ഇടവും കരുത്തും. പക്ഷെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ചില കരുത്തുണ്ട്. അതെ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒരുത്തനെയും പേടിക്കാനില്ല എന്ന് പറയുന്നൊരു കരുത്തുമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ കൂടെ ആരുമില്ല, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്ന നേടുമ്പോൾ ഒരു കരുത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക. ബിഗ് ബോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേറെ സൊസൈറ്റി മൊത്തം നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളെങ്ങനെ മുന്നേറാം, നമ്മൾ ആ വാശി എടുത്താൽ മുന്നോട്ട് പോകാം. ഇതിന് താഴെയും കമൻറ്റുകൾ കാണുമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും കാലം ഒരു എന്താ പറയുക, നല്ലൊരു ഫിലിമിൽ നല്ലൊരു ക്യാരക്ടറിലേക്ക് അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് പോയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സോ അതെന്താണ്? ഹാർഡ് വർക്കിന് എന്തെയാണ് സിറ്റുവേഷൻ, സാഹചര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ പ്രയോറിറ്റി വരുന്നത് നമ്മൾക്ക് ഫാമിലിക്കാണ്. ഞാൻ മുൻഷിയിൽ വന്നു 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിവാഹം കഴിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാസം, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്കൊരു മാസം 5000 രൂപ കൊണ്ട് ജീവിക്കാമെങ്കിൽ ഒരു ഫാമിലി ആകുമ്പോൾ 5 ഒരാളും കൂടെ വരുമ്പോൾ 5 10 പോരാ, 15000 വേണം. ഒരു ചിലവ് 3 ഇരട്ടിയായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കണ്ടെത്താനുള്ള ശ്രമം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമാണ് 5000 എന്ന് പറഞ്ഞത്. അത് 50000 ആണെങ്കിൽ 1.5 ലക്ഷം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ പണം നമ്മൾ കണ്ടെത്താനുള്ള കൂടുതൽ ശ്രമിച്ച് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം ആ സമയത്ത്. അത് കഴിഞ്ഞ് കുട്ടികളാകുന്നു, അപ്പോൾ വീണ്ടും ചിലവുകൾ കൂടും. അപ്പോൾ നമ്മളെപ്പോഴും ഫാമിലിക്കാണ് പ്രയോറിറ്റി. ഫാമിലി അല്ലെങ്കിൽ ഒരു സൈഡ് കിടക്കട്ടെ, അവരെങ്ങനെയും ആവട്ടെ, നമുക്ക് നമ്മുടെ കരിയറാണ് പ്രധാനം എന്ന് ചിന്തിച്ചാൽ അവരൊരു പക്ഷേ ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ പിള്ളേർ വളർന്നു വരും. ഞാൻ എൻ്റെ കരിയർ ശ്രദ്ധിച്ച് എനിക്ക് പോവാം. അപ്പോൾ ഈ പാഷൻ അല്ലെങ്കിൽ ഈ കരിയർ സെറ്റിലായ ശേഷം ഒരു ആഫ്റ്റർ മാരേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. നമ്മളൊരു എപ്പോഴും എല്ലാവരും ഇപ്പോഴങ്ങനെയല്ല ചിന്തിക്കുക. കരിയർ ഒന്ന് സെറ്റിൽ ചെയ്ത് അവരുടെ ഫൈനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയി അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രം, അതാണായാലും പെണ്ണായാലും ഇപ്പം അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരിക. പാഷന് പുറകെ പോകുന്ന സമയത്ത് അത് മാത്രം ഫോക്കസ് ചെയ്യണം. ഞാൻ നേരത്തെ തമാശയ്ക്ക് പറയാനുണ്ട്, പാഷൻ്റെ പുറകെ പോയാൽ റേഷൻ വാങ്ങിക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റേഷനുള്ള വകുപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ പിന്നെ പാഷൻ്റെ പുറകെ പോകാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പാഷൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒപ്പം നിൽക്കണമെന്നില്ല. നമ്മളെ ഒരു ക്ഷമയോടെ ഉള്ള കഠിന ശ്രമം, അതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള പറഞ്ഞത്. ക്ഷമയോടെ ഉള്ള കഠിന ശ്രമം. അത് നമ്മൾ ഒരാഴ്ച ശ്രമിച്ചു, 10 ആഴ്ച ശ്രമിച്ചു, 1 വർഷം ശ്രമിച്ചു, 2 വർഷം ശ്രമിച്ചു, 5 വർഷം ശ്രമിച്ചു, നടന്നില്ലെങ്കിൽ ഉടനെ തിരിഞ്ഞു മാറിയാൽ നടക്കത്തില്ല. ചിലപ്പോൾ 6ാമത്തെ വർഷമായിരിക്കും നമ്മളെ കാത്തിരുന്നുണ്ട്. അത്
എത്ര ദൈർഘ്യമുള്ള തുരങ്കമാണെങ്കിലും ആ തുരങ്കത്തിന്റെ അപ്പുറത്തൊരു വെളിച്ചം നമ്മളെ കാത്തിരിപ്പുണ്ടാവും. എന്തായാലും കിട്ടും. ഡെഫിനറ്റ്ലി. ഞാനിപ്പോ 3 വർഷമായില്ലേ ബിഗ് ബോസിൽ പോകണം എന്നുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രമിക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി പോയി ബിഗ് ബോസിൽ കയറണമെന്ന് പറയാനൊന്നും പറ്റില്ല. അവരുടെ ഓരോ ഘട്ടം വരുമ്പോഴും ഓരോ പ്രാവശ്യവും ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയും ചിലപ്പോൾ അവസാനം വരെയോ അല്ലെങ്കിൽ ഇടയ്ക്ക് വരെയൊക്കെ എത്തപ്പെടുകയും ലാസ്റ്റിൽ അവരുടെ ഒരു ഫൈനൽ ലിസ്റ്റിൽ തഴയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം മാത്രമാണ് അതാകത്ത്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം കഴിയുന്നോട് ഇനി ഉണ്ടല്ലോ ചാൻസ് എന്ന് പറയാം. പക്ഷെ ഇപ്പൊ പറ്റി എന്താണ്, കയറുകയും ചെയ്തതുമില്ല, എന്റെ ചാൻസും പോയി. ഇനി അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം എനിക്ക് ട്രൈ ചെയ്യാനും പറ്റില്ല, എന്നാ പിന്നെ വിളിക്കായിരുന്നു. അപ്പൊ ക്ഷമയോടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനൊരു വിന്നിങ് എഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് ഒട്ടും മുമ്പ് നമ്മൾ പിന്മാറാതിരിക്കുക. അവിടെ കിട്ടും നമുക്ക്. അത് നിർഭാഗ്യങ്ങളൊന്നുമല്ല, ഭാഗ്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതല്ല, നമ്മുടെ ശ്രമങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എന്റെ ശ്രമം, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റിലെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചിരുന്ന സംഭവം ലുക്കിനെ കുറിച്ചിട്ട്. ഞാൻ നോർമലി കുറേ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഓരോ ഇൻ്റർവ്യൂസും ഓരോ ലുക്കാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ലൈക്കായി തോന്നിയത് ചാനൽ ഏതാണെന്ന് അറിയില്ല, ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ക്ലീൻ ഷേവാണ് ഞാൻ പൊതുവെ ഉണ്ടാവുക. ആണല്ലേ? അപ്പൊ ഈ ലുക്ക് എന്താ, ഈ ലുക്ക് പ്രായം കുറയ്ക്കുന്നതിന്റെ സംഭവമാണ്? കുറയ്ക്കാൻ പറ്റില്ല, പ്രായം അവിടെ തന്നെ ഇരിക്കും. അതിരിക്കും, പക്ഷെ ലുക്ക് വൈസ് എന്റെ മുഖമല്ലേ, എന്റെ മുഖത്ത് എന്ത് വേണേലും കാണിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു നടന്റെ ടൂളെന്ന് പറയുന്ന ശരീരവും എസ്പെഷ്യലി മുഖമാണ്. ഒരു ചിത്രകാരന് ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു ശില്പിക്ക് കളിമണ്ണ് പോലെയാണ് എനിക്ക് എൻ്റെ മുഖം. അപ്പോൾ എൻ്റെ മുഖത്ത് എന്തൊക്കെ രൂപം വരുത്താൻ പറ്റുമെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പരീക്ഷിക്കുന്നതാണ്. ഇത് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്നാൽ ഇതൊക്കെ ഏതെങ്കിലും സംവിധാനം കണ്ടു കഴിഞ്ഞാൽ ഈ ലുക്കിൽ അത് കഴിയാം, മറ്റേ ലുക്കിൽ അത് പറ്റുമല്ലോ എന്നാരെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകരും ശ്രദ്ധിക്കുന്നതിലൊന്നുമില്ല. എൻ്റെ മുഖത്തിന് കോലം മാറുന്നല്ലാണ്ട് വേറെ ഒന്നും മാറുന്നില്ല. അപ്പോൾ നമ്മുടെ മുൻഷി, ഞാനൊക്കെ പണ്ട് കൊച്ചുനാളിൽ കാണുന്ന സമയത്ത് എന്താണെന്ന് നമ്മളൊന്നും അറിയത്തില്ല. ഞാൻ നോക്കുന്നത് മറ്റേ ടൈമിംഗ് ഉണ്ടല്ലോ, ആ ടൈമിംഗ് കഴിയുമ്പോഴേക്കും ഈ സാധനം കഴിയും. അപ്പോൾ ടൈമിംഗ് ഞാൻ പ്രോഗ്രാം അവർ ഒരു മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ ഒരു കോഴി പിടിച്ച ഒരാൾ നിൽക്കുന്നുണ്ടാവും, എന്താ അവർ പറയുന്നത് എനിക്ക് ഒരു മനസ്സിലാവുണ്ടാവില്ല. ഇപ്പം കണ്ടാൽ മതി, ഇപ്പോഴും ഉണ്ട്. ഇപ്പം കണ്ടാൽ മനസ്സിലാവുമെന്ന് നോക്ക്, ഇപ്പോഴെങ്കിലും മനസ്സിലാവുമെന്ന് നോക്ക്, ഇത്രയും കാലമായില്ലേ. അപ്പോൾ ആ മുൻഷിയുടെ ആ ഒരു പുറകോട്ട് പോണ സമയത്ത് ഓർമ്മകളൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ആ എൻട്രി ആണെങ്കിലും ആ പ്രോഗ്രാംസ് ചെയ്ത കോ ആർട്ടിസ്റ്റൊക്കെ. മുൻഷിയിൽ ഞാൻ വരുന്നത് അനിൽ ബാനർജിയാണ്. മുൻഷിയുടെ ടോട്ടൽ എൻ്റെ കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം മുൻഷി ചെയ്യുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് എനിക്കറിയാം. ഞാൻ ട്രിവാൻഡ്രത്ത് ഈ അഭിനയ അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുൻഷിയുടെ പ്രോസസ് ഇങ്ങനെ, ഇപ്പം നമ്മൾ കാണുന്ന മുൻഷിയുടെ രൂപത്തിൽ എത്തുന്നതിന് മുമ്പ് 1 വർഷം മുമ്പ് തന്നെ അതിൻ്റെ ഒരു ശ്രമങ്ങൾ നടത്തി പല രൂപത്തിൽ അത് ഷൂട്ട് ചെയ്തു. ആദ്യം 10 മിനിറ്റ്, 5 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്, അങ്ങനെയൊക്കെ പല ടൈം ഡ്യൂറേഷനിലും പല ടേക്കിങ്സിലും ഒക്കെ അത് എടുത്തതാണ്. അവസാനമാണ് ഒരു 3 മിനിറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ചുരുങ്ങുന്നതും ഒരു വൈഡ് ആംഗിൾ ലെൻസോടുകൂടി അതിൻ്റെ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പിക്ചറിലേക്ക് അത് എത്തുന്നത്, എഡിറ്റ് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ളൊരു ടേക്കിങ്സിലൊക്കെ വരുന്നത്. അപ്പോൾ ആ കാലത്ത് അപ്പോൾ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ പ്രോസസ്സ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ അന്ന് കുറേ ഈ ആർട്ടിസ്റ്റുകൾ, ആദ്യമുള്ള പല ആർട്ടിസ്റ്റുകളും പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഏതാണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലെത്തി. അപ്പോൾ ആദ്യ സമയത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10 ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനമായി. അപ്പോൾ അതിനു മുമ്പ് എടുക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കൂടി. ഞാൻ ആക്ച്വലി അഭിനേതാവ് എന്നുള്ള രീതിയിൽ അഭിനേതാവിൻ്റെ ലിസ്റ്റിലല്ല അവിടെ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനന്ന് തിയേറ്റർ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ അറിയാം. അപ്പം ഞാൻ അവിടെ എൻ്റെ കൂട്ടത്തിലാകുന്നു. അപ്പോൾ ആദ്യം കുറച്ച് കൊച്ചു കഥാപാത്രങ്ങൾ വരും. ഒരു പോലീസുകാരൻ, ഒരു വൃദ്ധൻ, ഒരു ഭിക്ഷക്കാരൻ, അങ്ങനെ തുടങ്ങി പല ആദ്യത്തെ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഓരോന്നിലും സ്പെഷ്യൽ കുറച്ച് ഈ സ്ഥിരം കഥാപാത്രങ്ങളല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടേഴ്സ്, ഇതെല്ലാം ഞാനാണ് ചെയ്തത് ആ സമയത്ത്. അപ്പോൾ ഞാൻ മുൻഷിയെ സംബന്ധിച്ചിടത്തോളം മുൻഷിയിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ അഭിനയിച്ചത് ഞാനാണ്. വേറെ എല്ലാത്തിലും ഓരോ കഥാപാത്രങ്ങളാവും ഓരോ സബ്ജക്റ്റിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്ന് അപ്പോൾ അന്ന് ബാർബറായിട്ട് ചെയ്തത് കൃഷ്ണനാണ്. കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കൃഷ്ണനാണ് അന്നത്തെ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഷഫിള് വേണ്ടി വന്ന സമയത്ത് കൃഷ്ണനെ മൊട്ടയാക്കി ഞാൻ ബാർബറായി. അത് ഒരു 20-25 എപ്പിസോഡ് കഴിയുമ്പോഴാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ ബാർബറായി സ്ഥിരമായിട്ട് അങ്ങ് മാറുന്നതൊക്കെ. അത് കാണുന്ന സമയത്ത് ക്യാമറ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം കാണുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല അല്ലേ? എഡിറ്റിംഗ് അറിയാത്ത രീതിയിൽ അതിൻ്റെ ഒരു കട്ട് വരുന്നത്. അപ്പോൾ ഒറ്റ ഷോട്ടാണെന്ന് തോന്നും. അതൊരു ലൈവ് കാർട്ടൂൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത്യാവശ്യം കുറച്ച് വർഷം പോയിട്ടില്ല ഇതിൽ ആ പ്രോഗ്രാം. ഞാൻ 1000 എപ്പിസോഡ്, അതായത് 3 വർഷത്തോളം
അതിന് അത് നല്ല രീതിയിൽ ഹിറ്റായി പ്രേക്ഷകർക്ക് തിരിച്ചറിയുന്ന ലെവലിലേക്ക് വന്നു. അതിന് ശേഷമാണെങ്കിലും പിന്നെ അല്ല അത്യാവശ്യം ഹിറ്റൊന്നല്ല. മലയാള എല്ലാവർക്കും ടെലിവിഷൻ അറിയാലോ ചരിത്രത്തിലെ മുൻഷി. ഒരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ്. മലയാള ടെലിവിഷൻ ചരിത്രം എടുത്ത് നോക്കിയപ്പോൾ മുൻഷി മാറ്റിയിട്ട് ഒരു ചരിത്രം എഴുതാൻ പറ്റില്ല. അതെ. ആദ്യത്തെ ഒരു 10-100 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഉണ്ട്. ഇതെന്താണ്? ആദ്യം സമയത്ത് അവർ വിചാരിച്ച് വേറെ വരാൻ പോകുന്ന ഏതോ പ്രോഗ്രാമിന്റെ പ്രൊമോയാണ്. കാരണം 3 മിനിറ്റ്. എന്തിന് എൻ്റെ വിവാഹത്തിനൊക്കെ ആ സമയത്ത് വിവാഹാലോചനകളൊക്കെ നടക്കുക, നമ്മളിങ്ങനെ അതിന്റെ ഒരു ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് 3 മിനിറ്റ് പ്രോഗ്രാമില്ലേ, അതിനകത്ത് എന്ത് കിട്ടാനാണെന്നുള്ള ധാരണയായിരുന്നു ഈ പെൺകുട്ടികളുടെ അച്ഛന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ടോട്ടൽ ഒരു മുൻഷിയെ കുറിച്ചുള്ള ധാരണ. പക്ഷേ ഒരു 100 ശേഷം ഒരു 200 ആയപ്പോഴത്തേക്ക് ഭയങ്കര പീക്കാണ്. ഞങ്ങൾ മുൻഷിയിലുള്ളവരാണ് അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോകുന്ന തരത്തിലേക്കൊക്കെ ഉള്ള, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞ ഒരു കാലഘട്ടമാണ്. ഒരു 200, 500, 600 വരെയൊക്കെ അതിന്റെ പീക്കായിരുന്നു. ഇപ്പോഴും മുൻഷി ആളുടെ ഇടയിൽ മനസ്സിലുള്ളുണ്ട്. ഉണ്ട്. പഴയ ഒരു പിക്ചറാണ് എങ്കിലും ഇപ്പോഴും മുൻഷി പോകുന്നില്ല. 25 വർഷമായി. ഈ സെപ്റ്റംബർ 10 ആകുമ്പോൾ 25 വർഷം. അതെ. അതിനുശേഷം സ്കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബേസ് ആയിട്ട്. അത് മാറിയതിനു ശേഷം ഇപ്പോൾ ടെലിവിഷനിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ ഇത്രയും വർഷങ്ങൾ ഞാൻ ടെലിവിഷനിൽ തന്നെ അവതാരകനായിട്ടുണ്ടായിരുന്നു, അഭിനേതാവായിട്ടുണ്ടായിരുന്നു, ഡബിങ് ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, പിന്നെ സ്റ്റേജ് ഷോസ്, അങ്ങനെ എല്ലാം ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഡബിങ്ങിൽ പ്രേക്ഷകർക്ക് എന്താ പറയുക തിരിച്ചറിയുന്ന ഏതെങ്കിലും ക്യാരക്ടർ? പ്രേക്ഷകർ വളരെ, ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് മൊഴിമാറ്റ ചിത്രങ്ങളാണ്. ഡയറക്റ്റ് മൂവീസ് വളരെ കുറവാണ്. മൊഴിമാറ്റ ചിത്രങ്ങളിൽ ഇപ്പോഴത്തെ രാജ്ബി ഷെട്ടി 777 ചാർലി എന്നൊരു പറഞ്ഞൊരു പടം, 777 ചാർലിയിൽ രാജ്ബി ഷെട്ടിക്ക് ഞാനാണ് ഡബ് ചെയ്തത്. വളരെ ആപ്റ്റായിരുന്നു അതിന്റെ ഡബിങ്. ആ പടം നന്നായിട്ട് ഇവിടെ ഒരു 50 ദിവസത്തോളം ഓടുകയും ചെയ്ത ആ പടം. അത് ഏത് ഷോ കഴിഞ്ഞാലും ആരെങ്കിലും ഒരാൾ എന്നെ വിളിക്കും, നിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ അല്ലു അർജുൻ സിനിമകളിലെല്ലാം അല്ലു അർജുന്റെ കൂടെ ഒരു സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനായിട്ട് എപ്പോഴും ഉണ്ടാവും. ആ കൂട്ടുകാരൻ സ്ഥിരം ഞാനാണ് ഡബ് ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലൊക്കെ മാറിയിട്ടുള്ളൂ. സ്ഥിരം ഞാനാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അപ്പോൾ ഈ ഡബിങ് അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ലൈവ് മീൻസ് വൈഡ് ഷോട്ടുകൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ട് പറയാം. ഫ്രെയിമിൽ കാണുന്നത് ലിപ്പ് കൃത്യമായിട്ട് കിട്ടാത്തത്, അങ്ങനെ നമ്മൾ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ് തിയേറ്ററിൽ ചിരിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ നല്ല അനുഭവങ്ങൾ ഡബിങ്ങിൽ വോയിസ് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ രാജ്ബി ഷെട്ടിയെ പരിചയപ്പെട്ടു ഇവിടെ വെച്ച്, എറണാകുളത്ത് വെച്ച്. ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയോ? സാധ്യതയില്ല, കുറച്ച് കുറവാണ്. എന്നെ അടുത്തറിയാന്ന് പറഞ്ഞു. പിന്നെ ഇതിലൂടെ അറിയട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫിലിമിലെ ഒരു ചെറിയൊരു ഡയലോഗ് എന്തെങ്കിലും പറയാൻ ഫേമസ് എന്തെങ്കിലും ഒരു ഡയലോഗ്? ഈ സുനിലിന്റെ ചിരി, സുനിൽ എപ്പോഴും എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട്. അത് ഈ അല്ലു അർജുൻ പടങ്ങളിലെല്ലാം നോക്കിയാൽ അറിയാം ഈ ഒരു ചിരി പുള്ളിയുടെ. അല്ലു അർജുൻ സ്ഥിരമായിട്ട് ഡബ് ചെയ്യുന്ന ജിസ്മ. പ്രേക്ഷകർ കാണുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത്തേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് വേറൊരു ഫിലിം ഉണ്ടായിരുന്നില്ലേ? അല്ല, ഇയാളുടെ ആദ്യത്തെ സിനിമ ആര്യ, പിന്നെ അങ്ങനെ ബണ്ണി, ഹലോ, ഇങ്ങനെ കുറെ സിനിമ. ഹലോയിലൊക്കെ സുനിലിനെ ഞാൻ ഡബ് ചെയ്തു. ആണല്ലേ? ഹലോ ഡയലോഗ് ഏതെങ്കിലും? അയ്യോ, അതൊക്കെ ഞാൻ മറന്നു. ഇതൊന്നും നമ്മൾ അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ച സിനിമയിലെ സീരിയലിലെ ഡയലോഗ് പോലെ നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് ഒരു ജോലി മനസ്സിനുള്ളിൽ കുറെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുറെ പ്രേക്ഷകർ കൈ തട്ടി വാങ്ങിയ ഡയലോഗ്സോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും എല്ലാവരുടെയും ഇഷ്ടം നേടാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലാത്തൊരു ആളാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ 25 വർഷമായി ഞാൻ അഭിനയ രംഗത്ത് വന്നിട്ട്. പലപ്പോഴും ഞാൻ വേഷങ്ങളില്ലാത്തൊരു വേഷക്കാരനായിരുന്നു. വേഷക്കാരനായിട്ട് നിൽക്കുമ്പോൾ പോലും വേഷങ്ങൾ സംഭവിച്ചിട്ടില്ല, വളരെ കുറച്ച് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രേക്ഷകർ ഇത് കേട്ടാൽ ഉടനെ ഇത് പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. അത് അവിടത്തേക്ക് എനിക്ക് എത്തണം. ഞാൻ അതിനുള്ള ഒരു യാത്രയിലാണ്. എത്തും, അതെനിക്ക് ഉറപ്പുണ്ട്. വണ്ടി ഇടിച്ച് മരിച്ചില്ലെങ്കിൽ നമ്മളവിടെ എത്തും. ബിഗ് ബോസിൽ ചേട്ടൻ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ഇപ്പോൾ കപ്പ്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറെ കഴിയണം. എന്നാലും ഒരു മനസ്സിലൊരു തോന്നൽ അറിയുണ്ടോ? മനസ്സിലുണ്ടാവും. എന്നൊക്കെ കൂടുതൽ ഇത് സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാവും. ചേട്ടൻ്റെ അഭിപ്രായത്തിലൊന്നും പറയോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും ഞാൻ ഒരാളിനെ പറയുന്നില്ല. ആഗ്രഹമുണ്ടോ ഇന്നാൾ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇന്നാൾക്കായിരിക്കാം മേ ബി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളിനെ ബോധപൂർവ്വം അങ്ങനെ വേദനിപ്പിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മനസ്സിലുണ്ട്, പക്ഷെ അതിനത് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. അത് ആളുകൾക്കത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരായിരിക്കും, എങ്ങോട്ടായിരിക്കും യാത്ര ഈ പോകുന്നത്. പക്ഷെ അവിടെയും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. 100 ദിവസങ്ങൾക്കുള്ളിൽ, ഇപ്പൊ 3 ആഴ്ച 21 ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ. ഇനി ഒരു 75 ദിവസം മുന്നേ മാറാം അല്ലേ? സംഭവിക്കാം. വൈൽഡ് കാർഡ് വരാം.
ഞാൻ നേരത്തെ വിചാരിച്ചത് ബിഗ് ബോസ് പോണ സമയത്ത് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരാൾ ദേഷ്യം അധികമൊന്നും വരാത്ത ഒരാളാണ്. ദേഷ്യം ഉണ്ടായിരുന്ന ആൾ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒരു ലൈറ്റായിട്ട് കണ്ട് പോകുന്നൊരു ക്യാരക്ടറാണ്. ചൊറിയാനുള്ള ഒരു ക്യാരക്ടർ ഇല്ല, ഇല്ലെങ്കിൽ പാര വയ്ക്കുക, അങ്ങനത്തെ ഒന്നും ക്യാരക്ടർ അല്ലാത്തൊരു വ്യക്തി അവിടെ പോയി കഴിഞ്ഞാൽ ഔട്ടാവോ എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഈ പാരവയ്ക്ക് ചൊറിയലോ മാത്രമല്ല, ഇതിപ്പോ സപ്പോസ് അല്ല എല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ ഒരാള് ഗെയിം സൂപ്പറായി കളിക്കുന്നുണ്ട്. അപ്പൊ അതുണ്ടല്ലോ. അപ്പൊ ഇത് ഞാനൊരാൾ ഔട്ടായി എന്നുള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു റീസൺ പറയാൻ കഴിയില്ല. അവിടെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. ഇറിറ്റേറ്റ് ചെയ്യുന്ന അനീഷ് പോലും ഇനി അങ്ങോട്ട് കൂടുതൽ എത്ര നാൾ ഇറിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും? ഇത് ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള രീതിയിൽ ആദ്യ സമയത്ത് അത് പിടിച്ച് അയാളിലേക്ക് കേന്ദ്രീകൃതമാക്കി കുറെ പേര് കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് സ്ട്രാറ്റജി മാറ്റാം. അയാളുടെ ഒരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ആരുമില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോമണർ എന്നാണ് പറയുന്നെങ്കിൽ വലിയ കോമണർ ഒന്നും അല്ല പുള്ളി. ടിവിയുമായിട്ടും മീഡിയയുമായിട്ടും ഒക്കെ വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആള് തന്നെയാണ്. അപ്പം ശരിക്കും പക്ഷെ എനിക്കിപ്പോ ഷാനവാസിനെ അറിയാം, ശരത്തിനെ അറിയാം, അനുമോളെ അറിയാം, സരികയെ അറിയാം, അങ്ങനെ കുറച്ച് പേരുമായിട്ട് നമുക്ക് പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാ എന്താണെന്ന് ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ. അങ്ങനെ ഒരു ജെന്യൂൻ റീസൺ വേണം. അയാൾ ഒരു തെറ്റ് ചെയ്യണം, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല, ആരുമായിട്ട് പരിചയമില്ല, ആരെ കണ്ടാലും ചോദിക്കാം, പറയാം. ആ ഒരു വ്യത്യാസം. അനീഷ് എന്റെ അടുത്ത് വന്നില്ല എന്നുള്ളതാണ് എന്റെ നിർഭാഗ്യം. അനീഷ് എന്റെ അടുത്ത് എന്നെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് ഡിഫെൻഡ് ചെയ്യണമല്ലോ, ഡിഫെൻഡ് ചെയ്യും. അപ്പൊ ഞാനും അവിടെ ഫ്രെയിമിലുണ്ടാവും. എന്റെ അടുത്ത് വന്നിട്ടില്ല, എന്നാൽ അവരുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാതിരുന്നിട്ടുമില്ല. അവിടെ രണ്ടുപേരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് എന്തോ നമ്മൾ ഇപ്പൊ ആദ്യത്തെ ആഴ്ച തന്നെ വെട്ടിയെടുത്ത് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയി നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നാണ് അവിടുത്തെ ഒരു. അതിൽ ഒരെണ്ണം പോലും ഇടാൻ പറ്റാതെ കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വരുന്ന വീട്ടിൽ വന്നിട്ട് 2 തരണേന്ന് പറഞ്ഞിട്ട് പുറകിന് വരരുത് പറഞ്ഞു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ ചേട്ടാ ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ പെട്ടെന്ന് തന്നെ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്നല്ലേ ഉള്ളൂ ആരെന്താ സംഭവമൊക്കെ. അപ്പോൾ ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ പെട്ടെന്ന് എനിച്ചിങ്ങനെ പോയി. അപ്പോൾ ഞാൻ ഇതെന്തങ്ങനെ പെട്ടെന്ന്, കാരണം എല്ലാ പരിപാടിയും ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞു ഹഗ് അടിച്ച് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കി അങ്ങനെയൊക്കെയാണല്ലോ നാടക ഡ്രാമയൊക്കെ ആയിട്ട്. ഡ്രാമയാണോ റിയലാണോ എനിക്ക് അറിയില്ല. അപ്പോൾ ചേട്ടൻ മാത്രം അങ്ങനെ കൂളായിട്ട് പോകുന്ന പെട്ടിയെടുത്ത് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് വരണം എന്നുള്ള സംഭവം. അതെന്ത് പറ്റി ആ സമയത്ത്? ഇമോഷണൽ കൂടിയത് കൊണ്ടാണോ? ഞാൻ അവിടെ അഭിനയിക്കാനല്ല അവിടെ പോയത്. യഥാർത്ഥ രഞ്ജിത്ത് എങ്ങനെയാണ്, ആ രഞ്ജിത്തിന് നാട്ടുകാർക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു രഞ്ജിത്തിന് നാട്ടുകാർക്ക് മീൻസ് സമൂഹത്തിന് ആവശ്യമുണ്ടോ? സമൂഹത്തിന് വേണ്ടാത്തവനാണെങ്കിൽ തള്ളിക്കളഞ്ഞോട്ടെ. എൻ്റെ രീതികൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ സ്വഭാവം സമൂഹത്തിന് വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോട്ടെ. അത് നല്ലതാണെങ്കിൽ ഞാനായിട്ട് തന്നെ നിന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് അവിടത്തേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ പോയതുകൊണ്ടാണ് എന്നെ ആരും അറിയാതെ പോയത്. മനസ്സിലായില്ല. അപ്പോൾ ശരിക്കും ഞാനങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആണ് അവിടെ നിന്ന് ആദ്യമായിട്ട് പുറത്താകുക. അതായത് ഏറ്റവും ഒടുവിലത്തെ ആളായത്, ഏറ്റവും ആദ്യം പുറത്താകുന്ന ആളാണ്. ഇതൊരു സൈക്കിൾ സ്ലോ റേസ് ആണ്. സ്ലോ റേസിൽ ആദ്യം ഔട്ടാകുന്ന ആള് ഏറ്റവും അവസാനത്തെ ആളാണ്. സ്ലോ റേസിൽ അവസാനം എത്തുന്ന ആളാണല്ലോ ജയിക്കുന്നത്. അപ്പം അതുപോലെ ബിഗ് ബോസ് ഒരു സ്ലോ റേസ് ആണ്. സ്ലോ റേസിൽ ആദ്യം ഔട്ടായി പോകുന്ന ആൾ ഏറ്റവും ഒടുവിലത്തെ ആളാണ്. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും ഒടുവിലത്തെ ആള് ആവും ഞാൻ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒടുവിലാവേണ്ട ആളല്ല, എനിക്കറിയാം. ഇനി ബിഗ് ബോസ് അങ്ങനെ രഞ്ജിത്താണ് ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. എനിക്ക് എന്നെ അറിയാവുന്നിടത്തോളം ആർക്കറിയാം ലോകത്ത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നിടത്തോളം ലോകത്ത് ആരും എന്നെ സ്നേഹിക്കും, വേറെ അതുകൊണ്ടൊന്നും അതുകൊണ്ടല്ലോ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. അതാണ് എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അവരോട് യാത്ര ചോദിച്ച്, മക്കളെ നിങ്ങളൊക്കെ നന്നാകട്ടെ, ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് TV കാണാം, പുറത്തുവച്ച് കാണാം, അതിൻ്റെ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഉണ്ട് പെട്ടെന്ന്. പക്ഷെ അതിനപ്പുറമുള്ള ഒരു കാര്യം, ഒരു ഇമോഷണൽ സാധനം ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ ഇച്ചിരി കർക്കശക്കാരനാണ്, ഇച്ചിരി അവരെക്കാളെല്ലാം ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ഒരാളും, അങ്ങനെ ഒരു നേച്ചറാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് വളരെ അടുത്തറിയാവുന്നവരുണ്ട്, അവരുടെ കണ്ണിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അങ്ങനെ അവിടെ നിന്നൊരു ഇമോഷണലാകുകയും അങ്ങനെ ഒരു ഡ്രാമ കാണിക്കുകയും ചെയ്യേണ്ട എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. അതാണ് എൻ്റെ വാസ്തവം. ഒരു പക്ഷേ ഒരു 40 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഔട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അതോ അത് നമ്മുടെ ശരികൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറി. നമ്മൾ ബാത്റൂമിൽ നിന്ന് തുണിയില്ലാതെ നിൽക്കും, പക്ഷെ റോഡിൽ തുണിയില്ലാതെ നിൽക്കത്തില്ല എന്ന് പറയുന്ന പോലെ
ആ ടൈമിൽ എന്ത് നമുക്ക് പറയാൻ അതെ, പറ്റില്ല. ആ സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ ശരികളും സത്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അതുകൊണ്ട് അന്നേരത്തെ ശരി അതായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഒരു കുറേ ദിവസം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു സംസാരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്. നമ്മളിത് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഇന്റർവ്യൂ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ എന്തായാലും നമ്മുടെ വൈൽഡ് കാർഡ് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതെന്തായാലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംഭവിച്ചാൽ സംഭവിക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ പണി ചെയ്യാമല്ലോ. വല്ല പ്ലംബിങ്ങിന്റെ കോൺട്രാക്ടിങ് വർക്ക് എടുത്തൊക്കെ ചെയ്യാം. എന്തെല്ലാം പണി നാട്ടിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിലിംസും കാണൊക്കെ ബമ്പർ ഹിറ്റ് ആവട്ടെ, നല്ലൊരു ക്യാരക്ടർ കിട്ടി വേറെ അത് ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നത്. ഞാൻ സിനിമയിൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഔട്ടായ ദിവസം ബാക്കി ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ അതിലേക്ക് സെറ്റായി കഴിഞ്ഞാൽ നന്നായി ബിഗ് ബോസിൽ പോയതെന്ന് തോന്നിപ്പിക്കണം ചേട്ടൻ തന്നെ അല്ലേ. തീർച്ചയായിട്ടും അതായിരിക്കണം. ഞാനും എനിക്ക് പുറകിന് വരുന്നവരോടും എനിക്ക് പറയാനുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ആരൊക്കെ ഔട്ടായെന്ന് എനിക്കറിയില്ല. പിന്നെ ബിൻസി എടുത്ത് ഞാൻ പറഞ്ഞത്, ബിൻസി എടുത്ത് പേഴ്സണലി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ വലിയ ഫീലിംഗ് ഉണ്ട്. കാരണം കുട്ടികൾ അവർ ഭയങ്കര പ്രതീക്ഷയോടെ പോയത്. പെട്ടെന്ന് ഒരാഴ്ച രണ്ടാഴ്ച ഒരു 50 days കഴിഞ്ഞാൽ ഓക്കെ അവർ അതിനോട് പൊരുത്തപ്പെട്ടല്ലോ എന്നൊരു ആ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ വരുമ്പോൾ അവർ അതിനകത്ത് പിന്നെ അവരാലോചിക്കും ഞാനാണോ മോശം, എന്നേക്കാൾ മോശം വേറെ ഇല്ലേ, അവരെല്ലാം ചിലപ്പോൾ ചിന്തിക്കാം. അപ്പം നമുക്കറിയാൻ പറ്റില്ല അവര് മോശമാണോ ഇല്ലയോ, നമുക്കറിയാൻ പറ്റില്ല. അവരുടെ ഔട്ട്പുട്ട് ചിലപ്പോൾ പുറത്ത് വന്നു കാണത്തില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.